എല്ലാവർക്കും കോഡിംഗ് മല്ലസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഡൊമൈൻ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ചിലർക്കൊക്കെ അറിയുന്നതായിരിക്കും, ഡൊമൈൻ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്ന്. എന്നാൽ ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരായി കാണാം. ഇത് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് ഡൊമൈനുകൾ ഏറ്റവും എളുപ്പം പർച്ചേസ് ചെയ്യാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതെങ്ങനെയാണെന്നെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യം തന്നെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക godaddy.com. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇത് ഗോഡാഡിയുടെ ഇൻ്റർഫേസ് ആണിത്. ഇവയിൽ നിന്നും ഈ സെർച്ച് ബോക്സിൽ നമുക്ക് ഏത് ഡൊമൈൻ നെയിമാണോ വേണ്ടത് അത് സെർച്ച് ചെയ്യുക. ഉദാഹരണമായി നമ്മുടെ ചാനലിൻ്റെ പേര് കോഡിംഗ് മല്ലൂസ്. നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആ പേരിന് ലഭ്യമായിട്ടുള്ള ഡൊമൈൻ നെയിമുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് കോഡിംഗ് മല്ലൂസ് .com, .in, .org അങ്ങനെ ധാരാളം എക്സ്റ്റൻഷനുകൾ ഉണ്ട്. നമുക്ക് നോക്കാം. കൊടുത്ത ശേഷം സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം വന്നിരിക്കുന്നു യെസ് യുവർ ഡൊമൈൻ ഈസ് അവൈലബിൾ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വന്നു. കോഡിംഗ് മല്ലൂസ് .in, അതായത് കോഡിംഗ് മല്ലൂസ് .in ഇപ്പോൾ അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആൻസർ വിസിബിളായി വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഓൾറെഡി ഉള്ള ഡൊമൈൻ നമുക്ക് മേടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതിനായി ഞാൻ കോഡിംഗ് മല്ലൂസ് .com കൊടുത്ത ശേഷം സെർച്ച് കൊടുക്കുന്നു. അപ്പോൾ മെസ്സേജ് വന്നു, സോറി കോഡിംഗ് മല്ലൂസ് .com ഈസ് ടേക്കൻ. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് കോഡിംഗ് മല്ലൂസ് .com, അതുകൊണ്ടാണ് അത് എടുക്കുവാനായി പറ്റാത്തത്. ഇങ്ങനെയായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ഡൊമൈൻ നെയിമുകൾ സെർച്ച് ചെയ്യുന്നതും നമ്മൾ ബുക്ക് ചെയ്യുന്നതും. ഇനി എങ്ങനെയാണ് ഒരു ഡൊമൈൻ നമുക്ക് വാങ്ങുവാൻ സാധിക്കുന്നത് എന്ന് നോക്കാം. അതിനായി ഞാൻ കോഡിംഗ് മല്ലൂസ് .in എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പോകുകയാണ്. അതിനായി ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കാർട്ടിലേക്ക് ഇത് ആഡ് ആയിട്ടുണ്ട്. ഇനി തൊട്ട് മുകളിൽ കാണുന്ന കണ്ടിന്യൂ ടു കാർട്ട് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പം പുതിയൊരു ഇന്റർഫേസ് ആയിരിക്കും വന്നിരിക്കുന്നത്. ഈ ഫോം എല്ലാം നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇവയെല്ലാം കൊടുത്ത ശേഷം തൊട്ട് താഴെ കാണുന്ന കണ്ടിന്യൂ വിത്ത് ദസ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ ബില്ലിംഗ് സെക്ഷൻ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 939 രൂപയാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഡൊമൈൻ ഇപ്പോൾ 2 വർഷത്തേക്കാണ്. ഇനി നമ്മൾ ഡൊമൈൻ 1 വർഷത്തേക്ക് മതിയെങ്കിൽ നമുക്ക് 2 എന്നുള്ളത് മാറ്റി 1 ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ റേറ്റും അവിടെ കുറയുന്നതാണ്. ഇപ്പോൾ 848 രൂപയാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ 1 വർഷത്തേക്ക് ആക്കി കഴിഞ്ഞാൽ 449 രൂപയായി മാറിയിരിക്കുന്നു. ഇങ്ങനെയായിരിക്കും നമ്മൾ ഒരു ഡൊമൈൻ വാങ്ങുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ ആ പ്രൊമോ കോഡ് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാനായിട്ടും സാധിക്കുന്നതാണ്. അതിനായി ഇവിടെ കാണുന്ന പ്രൊമോ കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു ഇന്റർഫേസ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊമോ കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ പ്രൊമോ കോഡ് കൊടുത്ത ശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ആ പ്രൊമോ കോഡ് ആഡായി. അപ്പോൾ നമ്മുടെ റേറ്റ് ഇപ്പം നോർമലി ഒരു 500 ആണ് എങ്കിൽ ആ റേറ്റ് കുറയും. ആ പ്രൊമോ കോഡിന് എത്രയാണോ കുറവുകൾ തരാൻ സാധിക്കുന്നത് ആ കുറവുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഡൊമൈൻ ഏറ്റവും എളുപ്പം നമുക്ക് വാങ്ങുവാൻ സാധിക്കുക എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇതുപോലെയായിരിക്കും നമ്മൾ ഡൊമൈനുകൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ഇപ്പം യൂസ് ചെയ്തത് ഗോഡാഡിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഗ്രൂപ്പിലേക്കും എല്ലാം ഈ അറിവ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ ഇനിയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്താണെന്ന് ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ ഇതിലും നല്ലൊരു കാര്യമായി നമുക്ക് പിന്നെയും കണ്ടുമുട്ടാം.